ശ്രീ സിബി മലയിൽ സിനിമാ അഭിനേതാക്കൾ 20ഓളം പേർ AMMയുടെ ഭാഗമായിട്ടുള്ള 20ഓളം പേർ ഇപ്പോൾ ഒരു ട്രേഡ് യൂണിയൻ ആവശ്യവുമായി FEFCAയെ സമീപിച്ചിരിക്കുകയാണ്. അത് എത്രത്തോളം ഗുണം ചെയ്യും? അത് നല്ല തീരുമാനമായിട്ടാണോ താങ്കൾ കാണുന്നത്? ഒരു ട്രേഡ് യൂണിയൻ ആയി കഴിയുമ്പോൾ ചില വ്യവഹാരങ്ങളിൽ, സാമ്പത്തികമായ വ്യവഹാരങ്ങളിലൊക്കെ ഫലപ്രദമായി ഇടപെടാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ നീക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവര് ഇപ്പോൾ ഒരു സൊസൈറ്റി എന്ന നിലയിലാണ്, ഒരു ചാരിറ്റബിൾ സൊസൈറ്റി എന്ന നിലയിലാണ് ഇപ്പോൾ അവര് വരുന്നത്. അപ്പോൾ അതിൻ്റെതായ ഇത്തരത്തിലുള്ള സാമ്പത്തിക തത്വങ്ങളൊക്കെ ഇടപെടാനുള്ള പരിസ്ഥിതി വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ കൂടി സംഘടനയെ ശക്തിപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നാണ് മനസ്സിലാക്കിയത്. അതിന്റെ സാധ്യതകളെ കുറിച്ച് അന്വേഷിക്കാനാണ് അവര് നമ്മളെ സമീപിക്കുന്നത്, അന്വേഷണം സമീപിച്ചത്. അപ്പോൾ അതിന് അങ്ങനെ ഒരു താല്പര്യമുണ്ടെങ്കിൽ അവരത് ചെയ്ത് ഒരു ട്രേഡ് യൂണിയൻ രൂപീകരിച്ച ശേഷം അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതനുസരിച്ച് അവർക്ക് ചേരണമെന്നുണ്ടെങ്കിൽ ആ ഘട്ടത്തിൽ അവരുമായിട്ട് ആ കാര്യത്തിൽ സംസാരിക്കാതെ മാത്രമാണ് പ്രശ്നങ്ങൾ സംബന്ധിച്ചിട്ടുള്ളത്. തൊഴിലവകാശങ്ങൾ നടപ്പാക്കാൻ അത് പ്രധാനം തന്നെയല്ലേ ശ്രീ സിബി മലയിൽ? അത് വേണ്ടതായിരുന്നു നേരത്തെ തന്നെ അല്ലേ? അതെ, അവര് ഇപ്പോൾ അങ്ങനെ ആലോചന വരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മാക്ട എന്നൊരു സാംസ്കാരിക സംഘടന രൂപീകരിക്കുമ്പോൾ അതിന് ട്രേഡിംഗ് സ്വഭാവം ഉണ്ടായിരുന്നില്ല. അവിടെയും നമുക്ക് ഇത്തരത്തിലുള്ള ചില പരിമിതികൾ ഉണ്ടായ ഘട്ടത്തിലാണ് ഒരു ഫെഡറേഷൻ, മാക്ട ഫെഡറേഷൻ ആദ്യമായിട്ട് ശ്രീ കമലും ഞാനും മാക്ട സാംസ്കാരിക സംഘടനയുടെ ഭാരവാഹികളായിരുന്ന കാലത്താണ് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായത്, അങ്ങനെ ഒരു നീക്കം നടത്തിയത്. പിന്നീട് മാക്ട ഫെഡറേഷൻ പുതിയ സംഘടനയായിട്ട് മാറുകയാണ്. അപ്പൊ നമുക്ക് അവിടെ ഒരു ട്രേഡ് യൂണിയനിലുള്ള എല്ലാ അവകാശങ്ങളും തൊഴിലാളികളുടെ ക്ഷേമത്തിന് അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളെയൊക്കെ മുന്നിൽ നിന്ന് നിർമ്മാണാത്മകമായിട്ടുള്ള തർക്കങ്ങളിൽ പലപ്പോഴും ഇടപെടാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അങ്ങനെയാണ്. അമ്മകൾക്കും അത്തരത്തിലുള്ള ഒരു ഇടപെടലുകൾ ആവശ്യമാകുന്നു തോന്നുന്നുണ്ടാവാം. പിന്നെ ഒരു നീക്കം നടത്തും. തീർച്ചയായിട്ടും കാണുന്നു. വളരെ നന്ദി ശ്രീ സിബി മലയിൽ. പൊതുവെ സ്വാഗതം ചെയ്യപ്പെടുകയാണ് ഇങ്ങനെയൊരു ആശയം.